ഈ 4th ലെസണിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ നെഹ്റു ജി കാ ഭാഷൻ പഠനെ വാലി എക് ഛാത്ര, അതായത് നെഹ്റുവിൻ്റെ സ്പീച്ച് പഠിക്കുന്ന ഒരു കുട്ടി अपने मित्र से इसके बारे में बातचीत करती, തൻ്റെ കൂട്ടുകാരനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ സംസാരം ബാത്ചീത്ത് തയ്യാറാക്കുക. ആ സംസാരം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ രമേശും സുരേഷുമാണ് ഇതിൻ്റെ അകത്ത് കോൺവെർസേഷൻ നടത്തുന്നത്. രമേശ് പറയാണ്, അരേ സുരേഷ് ക്യാ തുമ്നെ നെഹ്റുജി ക്യാ ഭാഷൻ പഠാ ഹെ, അല്ലയോ സുരേഷ്, അതെ നീ നെഹ്റുവിൻ്റെ സ്പീച്ച് വായിച്ചോ? അപ്പോൾ സുരേഷ് നെഹ്റുജി കാ ഭാഷൻ, നെഹ്റുവിൻ്റെ സ്പീച്ചോ? രമേശ് ഹമാരെ നയ ഹിന്ദി പാഠപുസ്തകമേ, നമ്മുടെ പുതിയ ഹിന്ദി പാഠപുസ്തകത്തിൽ നെഹ്റുവിൻ്റെ സ്പീച്ച് ഉണ്ട്. അപ്പോൾ സുരേഷ് പറയാം, മേനെ ദേക്ക അച്ഛാ ഹെ, ഞാൻ കണ്ടു, വളരെ നല്ലതാണ്. രമേശ് ജോഷീല ബി, നമുക്കൊരു കരുത്ത് നൽകുന്നതാണെന്ന് പറയാം. സുരേഷ് ഉസ് ലംബി ഭാഷൻ കാ എക് അംശ് മാത്രം, അതായത് നീണ്ട ഒരു സ്പീച്ചിൻ്റെ ഒരു പോയിന്റ്, കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. രമേശ് ടീക്ക് ഇസ്ക പൂർണ്ണ രൂപ കഹാസമില്ല, ശരിയാണ്, ഇതിൻ്റെ പൂർണ്ണമായ രൂപം ഇവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുക. അപ്പോൾ സുരേഷ് പറയാം, ആവോ അപ്പനെ ഹിന്ദി അധ്യാപകസെ പോയി നമുക്ക് ഹിന്ദി ടീച്ചറിനോട് ഹിന്ദി അധ്യാപകനോട് ചോദിക്കാം. രമേശ് അച്ഛാ ടീക്ക്, ശരി നമുക്ക് ചോദിക്കാം. സുരേഷ് ചലോ അധ്യാപിക്ക് കമരാക്കിയോ, അങ്ങനെ രണ്ടുപേരും കൂടി ടീച്ചറിൻ്റെ റൂമിലേക്ക് കടക്കുകയാണ്. ഈ നെഹ്റുവിൻ്റെ സ്പീച്ച് ലോങ് ആയിട്ടുള്ളത് എങ്ങനെ കിട്ടുമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ കോൺവെർസേഷൻ മാത്രം നിങ്ങൾ പഠിക്കുക. പിന്നെയുള്ളത് ഒരു സംക്ഷേപണമാണ്. അത് പാരഗ്രാഫ് തന്നിട്ട് മെയിൻ ക്വസ്റ്റ്യൻസ് എഴുതാം. മെയിൻ ക്വസ്റ്റ്യൻസ് അല്ല, മെയിൻ പോയിൻറ്റ്സ് അതിൻ്റെ അകത്ത് കൊടുത്തേക്കണം. മെയിൻ പോയിൻറ്റ്സ് നിങ്ങൾ ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ സംക്ഷേപണമല്ലേ. പിന്നെയുള്ളത് അനുവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ऐतिहासिक दंडी यात्रा की पूर्व संध्या में गांधी जी के विख्यात भाषण का अंश पढ़े और हिंदी में अनुवाद करें. അതായത് സാഹസികരമായ ഒരു ദണ്ഡി യാത്ര പൂർത്തിയാക്കി ഗാന്ധിജി. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു പ്രസംഗം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള പോയിൻറ്റ്സാണ് തന്നേക്കണത്. അത് ഹിന്ദിയിലേക്ക് നിങ്ങൾ അനുവാദകരെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അത് പാരഗ്രാഫ് ഇംഗ്ലീഷ് തന്നിട്ട് അത് ഹിന്ദിയിലേക്ക് ആക്കിയേക്കണേ. അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് വായിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ആ പോയിൻറ്റ്സ് മാത്രം ഹിന്ദിയിലേക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് തീർന്നു. ഇനി അടുത്തത് നെക്സ്റ്റ് ചാപ്റ്ററാണ്, 5th ചാപ്റ്റർ. അത് അടുത്ത ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇടാം. സൂരിനാമെ പഹലാനിൽ, അത് അടുത്ത ക്ലാസ്സിലേക്ക് പറയാവുന്നതാണ്. ഓക്കെ.